രാഷ്ട്രീയം എന്ന് തൊട്ടാണ് നമ്മളിലേക്ക് വന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചെറുപ്പം മുതൽ പത്രം വായിക്കുകയും ചുറ്റുപാടും നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം വന്ന് ചേരും. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് ഈ പൊതുവായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നിരീക്ഷിക്കാനും അവരുടെ സംസാരങ്ങൾ കേൾക്കാനും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു പാർട്ടിയിൽ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചാൽ അവർ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നിഷ്പക്ഷനായി നിന്നുകൊണ്ട് അതേസമയം നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയം രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നും മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കാനും സാധിക്കുക എന്നുള്ള ഒരു രീതി, അതായത് ഒരു മൂന്നാം കണ്ണ് ഉള്ള രാഷ്ട്രീയക്കാരനായിട്ട് മാറാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത് ഞാൻ ബോധപൂർവ്വം ശ്രമിച്ചതല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. പക്ഷേ നല്ലൊരു സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് സാമൂഹ്യ നിരീക്ഷണം ആവശ്യമാണ്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തൊക്കെ എങ്ങനെ പെരുമാറുന്നു, അത് മറ്റുള്ളവരിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അത് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന് എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വ്യക്തികളായിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു നല്ല നേതാവ് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്കൂട്ട് ചെയ്യും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നല്ല ആളാണെന്ന് മത്സരിക്കാൻ ചിലപ്പോൾ അയാൾ അയക്കണമല്ലോ എന്ന് വിചാരിക്കും. അത് ഒരു പാർട്ടിക്കാരനല്ല, അതാണുള്ളൂ. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ എന്നോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് അവൻ കോൺഗ്രസ് ആട്ടോ എന്ന് പറഞ്ഞു. ഇന്നസെൻ്റ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറഞ്ഞത്. ഇന്നസെൻറ്റിനും ഉള്ളിലും ഒരു കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും രണ്ടും ഉണ്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് വെച്ചാൽ കോൺഗ്രസ്സിൽ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലുണ്ട്. പക്ഷേ രണ്ടുപേരെയും ഒരു വിമർശനത്തിൻ്റെ കണ്ണിലൂടെ, സറ്റയറായിട്ടുള്ള ഒരു കണ്ണിലൂടെ നോക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ സമാധാനം, സന്തോഷം. അതുകൊണ്ടാണ് ഇപ്പോഴും അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ശ്രീനിയേട്ടനുമായിട്ട് നമ്മൾ വീക്കെൻഡിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരിലാണ് ഏറ്റവും അധികം കോമഡി എന്ന് ശ്രീനിവാസ്. അല്ല, അതൊരു സത്യമാണല്ലോ. അതിപ്പോൾ വക്കീലിനൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ഇന്ന് രാഷ്ട്രീയ രംഗം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും രാഷ്ട്രീയം നല്ലത് തന്നെയാണ്. നമുക്ക് നല്ല രാഷ്ട്രീയ നേതൃത്വവും നല്ല രാഷ്ട്രീയ നേതാക്കളും വേണം. കാരണം അവരാണ് നമ്മുടെ ഇവിടെ നാട് ഭരിക്കുന്നത്. അതേസമയം അവർക്കിടയിലുണ്ടാവുന്ന കോമാളിത്തരങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല. അത് പലതും അവർ തിരിച്ചറിയുന്നില്ല. കുറേ ബോധമുള്ള ആൾക്കാരിത് കാണുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ചില രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ, ദിവസം കഴിയുമ്പോൾ തന്നുള്ള മലക്കമറിച്ചിലുകൾ, ഇതിലൊക്കെ ഫുൾ ഹ്യൂമർ തന്നെയാണ്. ഞാനും ശ്രീനിവാസനൊക്കെ അത് വളരെ കൂടുതൽ വാച്ച് ചെയ്യാറിലാണ്. കാര്യം ഇവർ ചില പ്രസ്താവനകൾ, ചില നിലപാടുകൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് രണ്ട് സമുദായ സംഘടനകൾ തമ്മിൽ യോജിക്കാൻ തീരുമാനിക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് യോജിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ കോമഡിയാണ്, എല്ലാം കോമഡിയാണ്.